പ്രേക്ഷകർ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ ഗൗതം സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ കഴിയും. അദ്ദേഹം ഇസ് എ ഗ്രേറ്റ് ക്രാഫ്റ്റ്സ്മാൻ. ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ വെരി വെരി വെൽ നോൺ ഡയറക്ടർ. ഓൾ ഹിസ് ഫിലിംസ് ആൻഡ് എൻ അമേസിങ് ഫാൻ ഫോളോയിങ് കേരളത്തിലും. സോ അങ്ങനെ ഒരു ഡയറക്ടർ മമ്മൂക്ക കോമ്പിനേഷനിൽ അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് ഒരു ഗ്രേറ്റ് ഓണർ ആൻഡ് പ്രിവിലേജ്. താങ്ക് യു സർ ഫോർ ദാറ്റ്. തീർച്ചയായിട്ടും പടം പോയി കാണണം. കാരണം ഇതിൽ ഒരുപാട് മെമ്മറബിൾ മൊമെന്റ്സ് ഉണ്ട്. നമുക്കൊന്നും ഇതിൻ്റെ സ്റ്റോറി ലൈനിനെ കുറിച്ചോ കഥാപാത്രങ്ങളെ കുറിച്ചോ വി കനോട്ട് ഡിസ്കസ് ബിക്കോസ് കാണാത്തവർക്ക് അതൊരു സ്പോയിലറാണ്. അതുകൊണ്ട് എക്സ്ട്രീംലി താങ്ക്ഫുൾ ടു ദ ടീം മമ്മൂട്ടി കമ്പനി, മമ്മൂക്ക, Gautam sir and the whole team of technicians for making me a part of this. Thank you. It's a dream come true moment for me because having ഒരുപാട് സിനിമകൾ അഭിനയിച്ചെങ്കിലും ഒരു മമ്മൂക്കായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. അത് ഈ സിനിമയിലൂടെ കിട്ടിയതും ഒരു ഗൗതം മേനോൻ ഫിലിമിലൂടെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. ആൻഡ് താങ്ക്സ് മമ്മൂക്ക, Mammootty company and Gautam Menon for considering me for this small role. Great reviews. എല്ലാ ഓൺലൈൻ മീഡിയയിലും ഗ്രേറ്റ് റിവ്യൂസ് വന്നുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രിയിലാണ് എത്തിയത്. ഇന്ന് വൈകുന്നേരം കാണും. സോ വെരി എക്സൈറ്റഡ് ടു ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ആൻഡ് താങ്ക് യു എവരി വൺ. താങ്ക് യു സർ. പറയുമ്പോൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് മമ്മൂക്കയുടെ അടുത്ത് എത്താൻ സാധിക്കുമെന്നോ, ആ ചിത്രം ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങിയും ഇപ്പം നല്ല റിവ്യൂസ് വരുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. കോവിഡ് ടൈമിലാണ് നീരജാലിയോട് ഒരു വൺ ലൈൻ പറയുന്നത്. അപ്പോൾ അവിടുന്ന് ആ ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗൗതം സാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഗൗതം സാർ ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു ഇതായിരിക്കും, കുറച്ചൊരു ഫൺ മൂഡുള്ളൊരു ഫിലിം ഗൗതം സാറിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഗൗതം സാർ അത് അക്സെപ്റ്റ് ചെയ്തു. അവിടുന്ന് ഒരിക്കലും മമ്മൂക്ക പോലൊരു ആക്ടറെ മനസ്സിൽ കണ്ടിട്ട് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ആ ഒരു സ്കെയിലിലേക്ക് അതിനെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഗൗതം സാറിൻ്റെ അടുത്ത് ചോദിച്ചത്, മമ്മൂക്ക ഇതിനകത്തേക്ക് വന്നാൽ നമ്മുടെ ഈ സ്റ്റോറിയിൽ ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ഒരുപാട് ചേഞ്ച് വരുത്തേണ്ടി വരില്ല എന്ന്. അപ്പോൾ അന്ന് ഗൗതം സാർ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അതേപോലെ തന്നെ സാറിൻ്റെ അടുത്ത് നമുക്ക് പറയാം, അതിനകത്ത് നാച്ചുറലായിട്ടുള്ള സാധനം പറഞ്ഞാൽ മതിയില്ല. അപ്പം നമുക്ക് അടുത്ത സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, സാറ് ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് കാണുന്നത്, ഇതിനകത്ത് എന്തുമാത്രം ചേഞ്ചസ് ആയിരിക്കും നമുക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞതെന്ന്, നിങ്ങൾ എന്താണോ ഓർഗാനിക്കായിട്ട് ആ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് അത് മാത്രം എനിക്ക് മതി, എനിക്കായിട്ടൊരു ചേഞ്ച് നിങ്ങൾ തന്നെ ആ സിനിമയിൽ വരുത്തി അതിനൊരു ഇതുണ്ടാക്കണ്ട എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് തന്നത്. ഡൊമിനിക് എന്ന് പറയുന്ന ഫിലിമിൻ്റെ ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓൾസോ ഗൗതം സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു വലിയൊരു പ്രോജക്റ്റ് ഇന്നലെ തൊട്ട് നല്ല റിവ്യൂസാണ് നമ്മളെല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ ഭയങ്കര വലിയ സന്തോഷമാണ് ഈ ഒരു മൂവിയുടെ പാർട്ടാവാൻ സാധിച്ചത്. സോ താങ്ക് യു മമ്മൂക്ക, താങ്ക് യു ഗൗതം സാർ, താങ്ക് യു മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. ഹലോ എവരിബഡി, എൻ്റെ ആദ്യത്തെ സിനിമയാണ് അത്. ഗൗതം സാറിൻ്റെ മമ്മൂട്ടി സാറിൻ്റെ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഈ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം.